വെജിറ്റേറിയൻ ഹോട്ടലിലെ മസാല ദോശയ്ക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കില്ലേ? ഈ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് അവർ ആ മസാലയുടെ ഒരു ഇൻഗ്രീഡിയന്റ് ചേർക്കുന്നുണ്ട്. ആ ഇൻഗ്രീഡിയന്റ് നമ്മളുടെ എല്ലാവരുടെ വീട്ടിലുണ്ട്. എന്നിട്ട് എന്തേ നമ്മൾ അറിഞ്ഞില്ല? ഇനി മസാല ദോശ കഴിക്കാൻ ഹോട്ടലിലേക്ക് കൊണ്ടാക്കിയിട്ടില്ല രുചിയിൽ മസാല വീട്ടിൽ തയ്യാറാക്കാം. ഇത് ഹോട്ടലിലെ ആള് തന്നെ പറഞ്ഞു തന്നതാണ് കേട്ടോ. അപ്പൊ എങ്ങനെയാ വീഡിയോ കണ്ടാലോ? ഹായ്, നമ്മൾ സോയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളെ വെജിറ്റേറിയൻ ഹോട്ടലിൽ കയറിയിട്ട് മസാല ദോശ കഴിച്ചിട്ടുണ്ടോ? അതിൻ്റെ മസാലയ്ക്ക് ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും അല്ലേ? അപ്പം അതിനുള്ള മസാലയാണ് ഞാൻ ഇവിടെ റെഡിയാക്കാൻ പോകുന്നത് കേട്ടോ. അപ്പം അതിന് വേണ്ടിയിട്ട് ഒരു സവാള, ഒരു ക്യാരറ്റ്, ഒരു കഷ്ണം ഇഞ്ചി, 2 പച്ചമുളക്, 4 അല്ലി വെളുത്തുള്ളി, 2 തണ്ട് കറിവേപ്പില, ഇത്രയും തോല് കളഞ്ഞ് നന്നായി കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇതിനെ ചെറുതായി കട്ട് ചെയ്തെടുക്കാം. ഇതിനിടയിൽ ഞാൻ 2 ഉരുളക്കിഴങ്ങ് പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട് കേട്ടോ, ഉപ്പിട്ടിട്ട്. അപ്പോൾ നിങ്ങൾ പുഴുങ്ങിയിട്ട് ഇതേപോലെ ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അതല്ല നമ്മൾ നോർമലി നിറയെ ഈ ഹോട്ടലിൽ അതുപോലെ സദ്യക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഒന്നിച്ച് വേവിച്ചെടുക്കുകയാണ് ചെയ്യുക. പക്ഷെ ഇങ്ങനെ വെക്കുമ്പോൾ കുറച്ചും കൂടെ ടേസ്റ്റ് കൂടും കേട്ടോ. ഹോട്ടലിനെങ്ങാട്ടിയും ടേസ്റ്റ് ആയിരിക്കും ഇങ്ങനെ വെക്കുമ്പോൾ. അപ്പോൾ ഇങ്ങനെ വെച്ചിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ സവോളയും ക്യാരറ്റും നന്നായി കനം കുറച്ച് അരിയുക. ക്യാരറ്റ് പ്രത്യേകിച്ചും കനം കുറച്ച് അരിയുക. കാരണം നമ്മൾ ആവിയിലാണ് അത് വേവിച്ചെടുക്കുന്നത്. നമ്മൾ മൊത്തമായിട്ട് കുക്കറിലിട്ടൊന്നും വിസിലടിച്ച് വേവിച്ചെടുക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിത് ചീനച്ചട്ടിയിൽ വഴറ്റിയെടുക്കാൻ പോവുകയാണ്. അതിന് വേണ്ടിയിട്ടാണ് പൊട്ടോറ്റ നമ്മൾ പുഴുങ്ങാൻ വെച്ചത്. ഹോട്ടലിൽ പക്ഷേ ഒന്നിച്ച് വേവിച്ചെടുക്കുന്നവരും ഉണ്ടായിരിക്കും, വലിയ കുട്ടകത്തിൽ വഴറ്റി റെഡിയാക്കുന്നവരുണ്ടായിരിക്കും. പക്ഷെ എങ്ങനെ വെച്ചാലും അവരുടെ മസാലയ്ക്ക് ഒരു പ്രത്യേക ടേസ്റ്റും കൊഴുപ്പുമായിരിക്കും. അതേ ടേസ്റ്റും കൊഴുപ്പും കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ഇൻഗ്രീഡിയൻറ്റ് ചേർക്കുന്നുണ്ട്. അപ്പം അത് വഴിയേ പറയാം. എല്ലാവരുടെ വീട്ടിലുള്ള ഐറ്റം തന്നെയാണ്, എന്നിട്ട് ഇത് നമ്മൾ അറിയാതെ പോയല്ലോ അല്ലേ? അപ്പം അതിനു മുമ്പ് ഞാൻ എല്ലാ ഇൻഗ്രീഡിയൻറ്റും ചെറുതായി കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചീനച്ചട്ടി അടുപ്പത്തേക്ക് വെക്കാം. നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സവാള ഇട്ട് കൊടുത്ത് നന്നായി വഴറ്റിയതിന് ശേഷം ക്യാരറ്റ് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഇത് രണ്ടും കൂടെ ഒന്നിച്ചിടരുത്, സവാള ഒന്ന് നന്നായി കുഴഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പം എല്ലാം കൂടെ ഇട്ട് ലാസ്റ്റ് വരുമ്പോഴത്തേന് സവാള നന്നായി കുഴഞ്ഞോളും. സാധാരണ എല്ലാവരും സവാളയും ഉരുളക്കിഴങ്ങും പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി എല്ലാം കട്ട് ചെയ്തിട്ട് നമ്മൾ കുറച്ച് വെള്ളം വെച്ചിട്ട് കുക്കറിൽ വിസിലടിച്ച് വെക്കാറാണ് പതിവ്. പക്ഷെ കുറച്ചും കൂടെ ടേസ്റ്റ് കിട്ടാനാണ് ഞാൻ ഈ ഒരു മെത്തേഡ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഇനി അങ്ങനെ വെക്കുന്നവരാണെങ്കിലും ഞാൻ പറയാൻ പോകുന്ന ആ ഇൻഗ്രീഡിയൻ്റ് കൂടെ ചേർത്താൽ മതി കേട്ടോ. ഹോട്ടലിൽ അതേ ടേസ്റ്റ് നമുക്ക് കിട്ടും. അപ്പം ഞാൻ സവോള വഴന്ന് വന്നപ്പോൾ ക്യാരറ്റും ബാക്കിയുള്ള ആ ഇൻഗ്രീഡിയൻ്റ് എല്ലാം കൂടെ ഇട്ടിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു കറിവേപ്പില ഇടുന്ന ടൈമിൽ നിങ്ങളുടെ കയ്യിൽ മല്ലിയില ഉണ്ടെങ്കിൽ അതും കൂടെ കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുക കേട്ടോ. നല്ല മണം കിട്ടും. നമ്മൾ അതിനാവശ്യമായ ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുത്ത് നന്നായി ഇളക്കി മിക്സ് ചെയ്തിട്ട് നമ്മൾ ആവിയിൽ വേവിച്ചെടുക്കണം. അപ്പോൾ അതിനായിട്ട് തീ സിമ്മിലിട്ട് വെച്ചിട്ട് നമ്മൾ മൂടി വയ്ക്കുക. ഒരു 2-3 തവണ മൂടി വെച്ച് തുറന്ന് നോക്കുമ്പോഴേക്കും നമ്മളുടെ മസാല കുഴഞ്ഞ് വെന്ത് റെഡിയായി വന്നിട്ടുണ്ടാവും കേട്ടോ. ആ ടൈമിലാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഇൻഗ്രീഡിയൻറ്റ് ചേർക്കേണ്ടത്. അപ്പോൾ ആ സമയമാകുമ്പോഴത്തേക്കും നമ്മളുടെ പൊട്ടാറ്റോ ഒക്കെ വെന്ത് കിട്ടിയിട്ടുണ്ട്, നല്ല ചൂടുണ്ട്. ഞാൻ അതിൻ്റെ തോലൊക്കെ ഒന്ന് കളഞ്ഞ് ഒന്ന് ഉടച്ചെടുക്കണം. നിങ്ങൾ ഗ്ലാസ് കൊണ്ടോ കയ്യിൽ കൊണ്ടോ എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഉടച്ചെടുക്കാം കേട്ടോ. അപ്പോൾ അതിനിടയിൽ ഞാൻ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇപ്പം ഏകദേശം റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോഴത്തെ നമ്മളുടെ ഉരുളക്കിഴങ്ങൊന്ന് ഉടച്ചെടുക്കണം. അപ്പോൾ അതിൽ എന്തെങ്കിലും ഞാരോ തോല് പോവാത്തതൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ ഒന്ന് കത്തി കൊണ്ട് ഒന്ന് എടുത്ത് കളഞ്ഞിട്ട് നമുക്ക് ഞാൻ കുഴ വെച്ചിട്ടാണ് ഒന്ന് കുത്തി കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ സൗകര്യം പോലെ നിങ്ങൾ അതിനനുസരിച്ചൊന്ന് ഉടച്ചെടുക്കുക. എന്നിട്ട് നമ്മളുടെ മസാലക്കൂട്ടിലേക്ക് ആ ഉരുളക്കിഴങ്ങ് ഇട്ട് നന്നായിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എല്ലാ ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും കറിവേപ്പിലയുടെ ഒക്കെ ആ ടേസ്റ്റ് നന്നായി ഉരുളക്കിഴങ്ങിലേക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നന്നായി ഉടച്ചു കൊടുക്കുക. അപ്പം എൻ്റെ ഉരുളക്കിഴങ്ങ് നന്നായി ഉടഞ്ഞു പോയി. ഇടയ്ക്ക് ഓരോ കഷ്ണമൊക്കെ കടിക്കാൻ കിട്ടണം അല്ലേ? അപ്പോഴല്ലേ ടേസ്റ്റ്. അപ്പോൾ ചെറുതായിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ നന്നായി ഇളക്കി കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് വെള്ളം, അതായത് അതിൽ നല്ല കുഴമ്പ് രൂപത്തിൽ കിട്ടണമെന്ന് വെച്ചാൽ നമുക്ക് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ചൂടുവെള്ളം അവിടെ റെഡി ആയിട്ട് ഇരിപ്പുണ്ട്. അപ്പം ഞാൻ ഉപ്പൊക്കെ ടേസ്റ്റ് ചെയ്ത് നോക്കിയതിന് ശേഷം നമുക്ക് വെള്ളം ആവശ്യത്തിന് ഒഴിച്ചു കൊടുത്ത് അതിനനുസരിച്ച് വീണ്ടും ഉപ്പ് വേണമെങ്കിൽ ഇട്ട് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുക. അപ്പം നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് വെള്ളം എടുക്കുക. ഇങ്ങനെ വെക്കുന്നവരാണെങ്കിൽ മിക്കവാറും ചൂടുവെള്ളം ഒഴിക്കേണ്ടി വരും. അതല്ലെങ്കിൽ നമ്മൾ കടുക് വറുത്ത് ഒഴിക്കുന്ന സമയത്ത് ഒഴിച്ചാലും മതി കേട്ടോ. ഞാൻ ഇപ്പോൾ ഒഴിക്കുന്നുണ്ട്. അതെല്ലാം നമ്മൾ കുക്കറിൽ നേരത്തെ പറഞ്ഞ പോലെ ഉടച്ച് എല്ലാം കൂടെ ഒന്നിച്ച് വേവിച്ചെടുക്കുന്നവരാണെങ്കിൽ ഓൾറെഡി അതിൽ വെള്ളം ഉണ്ടാവും. അപ്പോൾ ആ വെള്ളത്തിൽ കൂടെ തന്നെ നമ്മൾ ഈ ഇൻഗ്രീഡിയൻ്റ് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. ഞാൻ ഒരു 1/4 ഗ്ലാസ് വെള്ളത്തിൽ നമ്മളുടെ അരിപ്പൊടി ഉണ്ടല്ലോ, റൈസ് ഫ്ലോർ, അതായത് പത്തിരി ഉണ്ടാക്കുന്ന, നൂൽപുട്ടൊക്കെ ഉണ്ടാക്കുന്ന അതേ പൊടി, പുട്ടുപൊടി അല്ല കേട്ടോ.
അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, അരിപ്പൊടി നന്നായി വറുത്ത പൊടി കേട്ടോ, അത് നന്നായി ഒരു ടീസ്പൂൺ എടുത്ത് ആ ഗ്ലാസ്സിൽ വെള്ളത്തിൽ നന്നായി കട്ടയില്ലാതെ ഇളക്കി കൊടുക്കട്ടോ. ഞാൻ 2 മെത്തേഡിലും വെക്കാറുണ്ട് കേട്ടോ. എങ്ങനെ വെച്ചാലും ഈ ഒരു ഐറ്റം അതിൽ ഒഴിച്ചു കൊടുക്കും. ഇത് ഒഴിച്ചു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. ഇങ്ങനെ വെക്കുമ്പോൾ പ്രത്യേകിച്ചും ടേസ്റ്റ് കൂടും. കടയിൽ നിന്ന് വാങ്ങിച്ച അരിപ്പൊടിയാണ് കേട്ടോ ഇത്. ഇനി നമുക്കത് ഇളക്കി കൊണ്ട് തന്നെ ചീനച്ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മളെ നേരത്തെ പറഞ്ഞ പോലെ കുക്കറിൽ വേവിച്ചെടുത്ത മസാലക്കൂട്ടാണെങ്കിൽ അതിൽ വെള്ളം ഉണ്ടാവും. അപ്പോൾ ഈ അരിപ്പൊടിയുടെ മിശ്രിതം അതിൽ ഒഴിക്കുമ്പോൾ പെട്ടെന്ന് കട്ടയായിട്ട് വരും. അതായത് അരിപ്പൊടി അങ്ങനെയാണല്ലോ, പെട്ടെന്ന് കുറുകി കിട്ടുമല്ലോ. അപ്പോൾ ഇളക്കുമ്പോൾ ശ്രദ്ധിച്ച് ഇളക്കണം, നന്നായി മിക്സ് ചെയ്യണം. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ കട്ട പിടിക്കാൻ സാധ്യത കൂടുതലാണ്, പെട്ടെന്ന് കുറുക്കായി കിട്ടും. വെള്ളം എത്ര കൂടുതലുണ്ടെങ്കിലും, നിങ്ങൾ അബദ്ധവശാൽ വെള്ളമൊക്കെ ഒഴിക്കുമ്പോൾ കൂടുതലുണ്ടെങ്കിൽ ഈ അരിപ്പൊടിയുടെ മിശ്രിതം ഒഴിക്കുമ്പോൾ ഉണ്ടല്ലോ പെട്ടെന്ന് നല്ല കട്ടിയായി തിക്കായിട്ട് വരും. ഒരു കാരണവശാലും അരിപ്പൊടി കൂടുതലാവരുത് കേട്ടോ. കൂടുതലായി കഴിഞ്ഞാൽ നമ്മളുടെ മസാലയുടെ ടേസ്റ്റ് പോകും. 2 മീഡിയം ഉരുളക്കിഴങ്ങിന് 1 ടീസ്പൂൺ അരിപ്പൊടി ഈ ഒരു അളവിൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ ഹോട്ടലിലെ അതേ ടേസ്റ്റിലും കൊഴുപ്പിലും നല്ല മണത്തിലുമുള്ള മസാല റെഡിയാക്കാം. ഇനി വറുത്തിടുമ്പോൾ കടുകും ഉഴുന്നുപരിപ്പും കറിവേപ്പിലും വറ്റൽമുളകും കൂടെ ഇട്ട് നന്നായി പൊട്ടിച്ചതിന് ശേഷം അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇനി നിങ്ങളതിൽ മല്ലിയില ഉണ്ടെങ്കിൽ അതും കൂടെ ഇട്ട് കൊടുത്തോളൂ കേട്ടോ. അപ്പോൾ കുറച്ചും കൂടെ ടേസ്റ്റ് കൂടെ ഇവിടെ ഉണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് ഇടാഞ്ഞത്. അപ്പം നല്ല എന്താ പറയുക, നല്ല കൊഴുപ്പുള്ള മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ചില ഉരുളക്കിഴങ്ങ്, ഇപ്പം എൻ്റെ ഉരുളക്കിഴങ്ങ് ഇന്നത്തെ 100 ഉരുളക്കിഴങ്ങാണ്. അപ്പോൾ അങ്ങനത്തെ ഉരുളക്കിഴങ്ങാകുമ്പോൾ പ്രത്യേകിച്ച് ഈ അരിപ്പൊടി ഇടുമ്പോൾ അതിൻ്റെ ഫീലേ അറിയില്ല. അപ്പോൾ നല്ല ഹോട്ടലിലൊക്കെ കിട്ടുന്ന നല്ല കൊഴുപ്പുള്ള മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. എനിക്ക് ഈ ഒരു പാകത്തിനാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇച്ചിരി കൂടെ ചാറ് വേണമെങ്കിൽ കൂട്ടാവുന്നതാണ്. ഇനി ഉണ്ടല്ലോ ഒരു ടിപ്പ് ഞാൻ പറഞ്ഞു തരാം. നമ്മൾ മഞ്ഞുകാലത്ത് നല്ല മഴയുള്ള സമയത്തൊക്കെ മാവ് പുളിക്കാൻ അത്തിരി താമസമായിരിക്കും അല്ലേ, പുളിക്കില്ല ചില സമയത്ത്. അപ്പോൾ നമ്മൾ ചൂടുവെള്ളം ഒക്കെ ഇതിൻ്റെ മുകളിൽ കയറ്റി വെക്കും. ഇനി അങ്ങനെയൊന്നും ചെയ്യണ്ട കേട്ടോ. നല്ല 2 തണ്ട് കറിവേപ്പില അരച്ച മാവിൻ്റെ മുകളിൽ വെച്ച് കൊടുത്താൽ മതി രാത്രി കിടക്കാൻ നേരത്ത്. അപ്പോൾ എത്ര ലേറ്റ് ആയിട്ട് അരച്ചാലും മാവ് പുളിക്കും. ഇത് ചേച്ചി പറഞ്ഞ ഐഡിയ ആണ് കേട്ടോ. അപ്പം ഈ ഒരു കാര്യം നല്ലൊരു ടിപ്പാണ്, എല്ലാവർക്കും ഉപകാരപ്പെടും. അത് നിങ്ങൾ ഓർമ്മയിൽ വെച്ചോ. കാരണം എന്താ പറയട്ടെ, മഞ്ഞുകാലം വരാൻ പോവാണ്. അതേപോലെ തന്നെ നല്ല മഴയുള്ള സമയത്തും പുളിക്കാത്തിരി താമസമായിരിക്കില്ലേ. അതേപോലെ ചില സമയത്ത് നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പോയി വരുമ്പോൾ നമുക്ക് 5 മണിക്കൊന്നും അരച്ച് വെക്കാൻ പറ്റില്ല അല്ലേ. അപ്പോൾ ചിലപ്പോൾ 8 മണി 9 മണിയൊക്കെ ആവും. എന്നാലും കുഴപ്പമില്ല, എത്ര വൈകി അരച്ചാലും രാവിലേക്ക് നമ്മൾ ഉണ്ടാക്കാൻ നോക്കുമ്പോൾ മാവ് പുളിച്ചിട്ടുണ്ടാവും. അപ്പോൾ അതിന് വേണ്ടത് 2 തണ്ട് കറിവേപ്പില നമ്മൾ കഴുകിയിട്ട് അതിൻ്റെ മുകളിൽ വെച്ച് കൊടുത്തിട്ട് അടച്ചു വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ നമ്മളുടെ ഇതേ മസാല റോസ്റ്റ് ഇവിടെ റെഡിയാക്കി കൊണ്ടിരിക്കുന്നുണ്ട്. ഹോട്ടലിലൊന്നും ദോശ മൂടി വെക്കില്ല, പരത്തി കഴിഞ്ഞാൽ മുരിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങനെ നമുക്ക് റോൾ ചെയ്ത് തരുള്ളൂ അല്ലേ. പക്ഷേ ഇവിടെ മൂടി വെക്കണം, ഏട്ടന് മൂടി വെക്കണം എന്ന് പറയും. അതുകൊണ്ടാണ് ഞാൻ മൂടി വെച്ചത് കേട്ടോ. അപ്പം ഞാൻ നമ്മുടെ മസാല അതിലിട്ട് കൊടുത്തിട്ട് റോൾ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമ്മളുടെ ഇതിനോടൊപ്പം ഒരു ചട്ടണിയും അതേപോലെ തക്കാളി ചമ്മന്തി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതും കൂടെ കൂട്ടിയിട്ട് ഒരു പിടി പിടിച്ചാലോ. അപ്പോൾ നിങ്ങളെ വീട്ടിൽ ഗസ്റ്റൊക്കെ വരുന്നുണ്ടെങ്കിലേ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. കിടുക്കൻ ബ്രേക്ക്ഫാസ്റ്റ് ആവും, നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഈ ഒരു തേങ്ങ നല്ല കട്ടിയുള്ള ചട്നിയും ഒരു തക്കാളി ചമ്മന്തിയൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ നമ്മളെ വെജിറ്റേറിയൻ ഹോട്ടലുണ്ടല്ലോ, അന്നപൂർണ, ശരവണ ഭവൻ, അതിലൊക്കെ കഴിക്കുന്ന അതേ ടേസ്റ്റിൽ നമുക്ക് മസാല ദോശ കഴിക്കാം. അപ്പോൾ എല്ലാവരും റെഡിയല്ലേ മസാല ദോശ കഴിക്കാനായിട്ട്? അപ്പോൾ ഞങ്ങളിവിടെ കട്ടനാണ് ഉണ്ടാക്കാറ്. അപ്പോൾ നമ്മളുടെ കട്ടനും മസാല ദോശയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എങ്ങനെ എല്ലാവരും കൂടെ ഒരു പിടി പിടിക്കല്ലേ? ഇനി ഹോട്ടലിലേക്കൊന്നും മസാല ദോശ കഴിക്കാൻ പോകണ്ടെന്നേ, നമുക്ക് ഹോട്ടലിലെ രുചിയിൽ തന്നെ വീട്ടിലും മസാല ദോശ റെഡിയാക്കാം. മസാലയുടെ യൂട്ടൻസ് ഉണ്ടല്ലോ, ഹോട്ടലിൽ തന്നെ ഒരാൾ പറഞ്ഞതാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റും ഇല്ലേ. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.